പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കോട്ടിനായ സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഒരു വിശുദ്ധ ദിവസം നൽകിയതായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം കണ്ടുരക്ഷിച്ചു പോലെ ഞങ്ങളെയും കർത്താവെ ഞങ്ങളുടെ സമൂഹത്തിൽ നീ കാത്തു സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോഴും തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളിയാവുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം ഉണ്ടായിരിക്കണമേ. ഈ ശുശ്രൂഷ അവസാനം വരെയും അങ്ങയുടെ നാമത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ആവശ്യമെല്ലാ ദൈവകൃപയിൽ തരണമേ. മഹത്വം എടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമഹത്വത്തിനായി കീർത്തനം 72 കീർത്തനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം പറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങൾ വീണ്ടെടുക്കാൻ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുമല്ലോ. ഈ ആരാധന സമയത്ത് നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ സ്ഥാനത്തിന് ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്നവരെ അധികരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ല എന്ന് നാം പറയുമെങ്കിൽ നാം നമ്മൾ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയാൽ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നു അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനും ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്കെല്ലാം കാത്തു സൂക്ഷിച്ച ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായ കുറ്റങ്ങളെയും കുറവുകളെയും പാവങ്ങളെയും എല്ലാവിധമായ പാപങ്ങളെയും കുറവുകളെയും ലംഘനങ്ങളെയും മനഃപൂർവ്വമായി നമുക്ക് ദൈവസമൂഹത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്ന ശുഭം വരുന്നില്ല. അതിനെ ഏറ്റുപറഞ്ഞ് വീഴ്ച കണ്ടുപിടിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിലും കൃപയിലും പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഒന്നാമത്തെ പാവസ്വീകാര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയും സർവശക്തനും കന്യമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം പ്രവർത്തിക്കാനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. തിരുവചന പാഠങ്ങൾ നമുക്ക് വായിച്ചു. Thank you.
കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠഭാഗം പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ 27-ാം വാക്യം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ 27-ാം വാക്യം. പിറ്റന്നാൾ മോശെ ജനത്തിന് ന്യായം വിധിപ്പായിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാൻ ഇരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ന് അവൻ ചോദിച്ചു. മോശ തന്റെ അമ്മായപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരും. അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും. അവർക്ക് തന്നിലുള്ള കാര്യം ഞാൻ കേട്ടുവിരിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അധികാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒരാലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടിയിരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാം. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവർക്ക് 1000 പേർക്ക് അധിപതിമാരായി, 100 പേർക്ക് അധിപതിമാരായി, 50 പേർക്ക് അധിപതിമാരായി, 10 പേർക്ക് അധിപതിമാരായി നിയമിക്കാം. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് കൊടുക്കാം. നീ ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാകും. മോശ തന്റെ അമ്മായപ്പന്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും, 100 പേർക്ക് അധിപതിമാരായും, 50 പേർക്ക് അധിപതിമാരായും, 10 പേർക്ക് അധിപതിമാരായും ജനത്തിൽ തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ കേട്ടു. അതിനുശേഷം മോശെ തന്റെ അമ്മായപ്പനെ യാത്രയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ നാം ആഴ്ച അവസാനിച്ചിരിക്കുന്നു. സങ്കീർത്തനം 147 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 147 1 മുതൽ 11 വരെ. യഹോവയെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതിയുചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാട്ടുകുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. തന്നെ ഭയപ്പെടുകയും തന്റെ ദൈവം പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നതിൽ യഹോവ പ്രസാദിക്കുന്നു.
പ്രവൃത്തിക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 15 വരെ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയെല്ലാം അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാത്തിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുകയും ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിലെന്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താല്പര്യപ്പെടുവാനും കൂടെ ഒരു ആണ്ടു മുൻപേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്കിത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിക്കുകയും. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണമെന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉരുകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്നു. പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ച് ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ട് 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ,
നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തയിടത്തു നിന്നും ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിയുന്നു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്ത ഇടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊന്നുവാണിവക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളാമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പിക്കും. അങ്ങനെ ഉള്ളവനും ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോ മോടെ ഉള്ളതും കൂടെ എടുത്തു കളയുന്നു. എന്നാൽ കൊള്ളരുതാത്ത ദാസന് ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക് തള്ളിക്കളയുന്നു. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നാം കേട്ടത് സുവിശേഷം ആകും.
വചന ജഡമായി തീർന്നു കൃപയും സത്യവും പറഞ്ഞവനാൽ ഞങ്ങളിൽ വസിക്കുന്നവനായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം ഈ തിരുവചനം ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന ഞങ്ങളെയും ആത്മാവിനാൽ നിറയ്ക്കണമേ. തിരികെ പോലെ നയിക്കണമേ. മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സർവശക്തനുമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു മാസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും നമ്മളിവിടെ നടത്തുന്ന ആരാധന ഓൺലൈൻ യൂട്യൂബിൽ നിങ്ങൾക്ക് ഭവനങ്ങളിൽ നിന്ന് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം, പങ്കാളികളാം ചെയ്യാം. ഇതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്റ്റിവാർഡ്ഷിപ്പ്, കാര്യവിചാരത്തോട്. സ്റ്റിവാർഡ് എന്ന് പറയുമ്പോൾ കാര്യവിചാരകൻ, സൂക്ഷിപ്പുകാരൻ, സംരക്ഷകൻ. അവൻ വിശ്വസ്തനായിരിക്കണം, കണക്ക് ഏൽപ്പിക്കുവാൻ പ്രാപ്തനായിരിക്കണം. ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന സമയം, കഴിവ്, വ്യക്തിത്വം, പരിജ്ഞാനം, അറിവ്, അധികാരം, വസ്തുക്കൾ, പാരമ്പര്യം, പണം, സമ്പത്ത് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് കരുതുകയും അതിനെ വിശ്വസ്തയോട് ഉപയോഗിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന് കരുതുകയും അതിനെ വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുന്ന ആളുമായി ഇരിക്കണം. സങ്കീർത്തനം 24:1 പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. അതായത് സകല സൃഷ്ടിയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സകലവും ജീവജാലങ്ങളും മനുഷ്യനും അതോ ഭൂമിയിലെ എല്ലാ പൂർണ്ണതയും അതിലെ നിവാസികളും ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യന് ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുക നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദേൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദേൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അതായത് ഒന്നും നമുക്ക് സ്വന്തമല്ല, സ്വന്തമായവൻ നമ്മെ ഏൽപ്പിച്ചതാണ്. അത് അവിടെ പറയുന്നത് പോലെ ദൈവം മനുഷ്യനെ ഏതെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി ദൈവം അവനെ ഏൽപ്പിച്ചു. അതിനെ സൂക്ഷിക്കണം, അതിന് വേല ചെയ്യണം, അതിന്റെ ഫലങ്ങൾ നീ തിന്നണം, നീ സന്തോഷമായി ഇരിക്കണം, ഇനി ദൈവത്തെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യണം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യും. നാം ആരും ഓണേഴ്സല്ല, എംപ്ലോയി ആണ്. അതിൽ നാം വിശ്വസ്തരായിരിക്കണം. സ്വന്തമായവനും നാം ഏൽപ്പിക്കുവാനും സ്വന്തമായവനും നമ്മെ ഏൽപ്പിക്കുവാൻ എടുക്കുവാനും അധികാരമുണ്ട്. ഏൽപ്പിച്ചവന് കണക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ സൂക്ഷിക്കേണ്ടതിനും ദൈവം നമ്മെ ഏൽപ്പിച്ചതിന് സംരക്ഷിക്കേണ്ടതിനും അതിന് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു നമ്മുടെ കടപ്പാടാണ്. ദൈവം നന്മ ഏൽപ്പിച്ചതിനെ സൂക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അതിന് നല്ല രീതിയിൽ ദൈവ മഹത്വത്തിനായി ഉപയോഗിക്കുന്നതും നമ്മുടെ കടപ്പാടാണ് എന്നുള്ള കാര്യം നാം മറക്കരുത്. സ്റ്റിവാൻ എന്ന് പറയുമ്പോൾ അവൻ വിശ്വസ്തനായിരിക്കണം, ദൈവ ഭയമുള്ളവനായിരിക്കണം, അവൻ കണക്ക് ഏൽപ്പിക്കുവാൻ പ്രാപ്തനായിരിക്കണം. ഇങ്ങനെയൊക്കെ നാം വായിക്കണം. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ച തിരുവചനങ്ങളിൽ കടന്നു വരാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു. മറ്റേ സംഭവങ്ങളെല്ലാം ഇസ്രായേൽ ജനങ്ങളെ മോശെ ഈജിപ്തിന്റെ ഇസ്രായേലിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവർ ജനങ്ങളെല്ലാം യാത്ര നടത്തി 6 ലക്ഷം ജനങ്ങളുണ്ട്. അറിയാം എന്തെല്ലാം സംഭവിക്കുന്നു. അടി ഉണ്ടാക്കും, വഴക്കുണ്ടാകും, ഇങ്ങനെ കൽപ്പന അനുസരിക്കില്ല, തമ്മിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ മോശെ ഒരു സ്ഥലം എത്തുമ്പോൾ അവിടെ താമസിച്ച്
ഇനി യാത്ര മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വഴക്കുകളെല്ലാം തീർക്കണം. അതുകൊണ്ട് അവിടെ ഇരുന്ന് അവരെ ഒരു സ്ഥലത്ത് ദൈവസന്നിധിയിൽ ഇരിക്കും. മോശെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഇവരുടെ ആവശ്യങ്ങളെല്ലാം കൊണ്ടു ചെല്ലും. ജനങ്ങളെല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരമായി ചുറ്റി നിൽക്കും. അവരുടെ പരാതി ഓരോരുത്തരായിട്ട് അവനെ ഏൽപ്പിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ പരാതിക്കും അത് വിചാരിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് തീരുമാനം പറയും. അങ്ങനെ മോശെ തീരുമാനം പറയുമ്പോൾ ആ തീരുമാനം അവർ അംഗീകരിച്ചിട്ട് അവർ സന്തോഷത്തോടുകൂടെ അവർ വീട്ടിലേക്ക് പോകും. എന്നാൽ ചില സമയമൊക്കെ 2-3 ദിവസങ്ങൾ ഒരു ദിവസത്തിൽ ഒരു സ്ഥലത്തിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെയും മോശയെ ചുറ്റിലും ജനങ്ങൾ കൂടിയിരിക്കും. എന്നാൽ മോശയുടെ അമ്മായപ്പൻ തന്റെ മകളുമായിട്ട് മോശയെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ രാവിലെ പോയ മോശയെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല, വൈകുന്നേരമായിട്ട് സമയത്ത് കാണുന്നില്ല. ആ അമ്മായപ്പൻ കാത്തിരിക്കുകയാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഒരു പ്രാവശ്യം കഴിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം കണ്ടില്ല. അപ്പോൾ കാര്യമൊക്കെ അമ്മായപ്പൻ മനസ്സിലാക്കി. അമ്മായപ്പൻ വന്ന് അവിടെ ചില കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. മോനെ, നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, എന്നാൽ നല്ലത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വിശ്വസ്തരായിരിക്കാം, കണക്കേൽപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കാം. എന്നാൽ ചില കാര്യങ്ങള് ചിലരുടെ ആലോചന കേൾക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. ഇത് അമ്മായപ്പൻ അത് പറഞ്ഞപ്പോൾ അവൻ സൗമ്യതയോടുകൂടെ അത് കേട്ടു. അമ്മായപ്പൻ പറഞ്ഞു, മോനെ, നീ മാത്രം ഇങ്ങനെ രാവുതൽ വൈകുന്നേരം നിന്നാൽ നീ അടുത്തു പോകും, ജനം അടുത്തു പോകും. അവരെ നീ കൊണ്ടുവന്ന ഉദ്ദേശം കാനാൻ ദേശത്തിലേക്ക് നയിക്കുകയാണ്. അവർക്ക് അവരുടെ ഭവനങ്ങളിൽ പോകാൻ പറ്റിയില്ല. അവിടെ എല്ലാവരും ക്ഷീണിച്ച് ഒന്നുമില്ലാത്തവരായി പോകും, വളരെ ക്ഷീണിതരായി പോകും, യാത്ര മടങ്ങിപ്പോകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിന്നോട് പറയാം. നീ ജനത്തിൽ അവിടെ വളരെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവർത്തികളും അവരെ പഠിപ്പിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ കടപ്പാണ്. നീ എന്ത് ചെയ്യണം? ജനത്തിലെ ഇവിടെ പറഞ്ഞു, ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപന്മാരായും 50 പേർക്ക് അധിപന്മാരായും 10 പേർക്ക് അധിപന്മാരായും നിയമിക്കുക. എന്ന് പറഞ്ഞ പോലെ നീ അവർക്ക് നിയമങ്ങളും കാര്യങ്ങളും ഉപദേശങ്ങളെല്ലാം പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കുക. അതിനുശേഷം നിന്റെ ഈ ഭാരം അവളോട് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവരേനും ദൈവഭക്തന്മാരായിരിക്കണം, സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരായിരിക്കണം. അതായത് അത് മാത്രമല്ല പ്രാപ്തിയുള്ളവരായിരിക്കണം. അതോടുകൂടെ പറഞ്ഞിരിക്കുന്നത് അതിന് ചുരുക്കി പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കുന്നവരായി ഇരിക്കരുത്, മുഖപക്ഷം നോക്കുന്നവരായി 12 ഗോത്രത്തിലെ ആളുകളാണ്, അവരെല്ലാം നോക്കി ന്യായം വിധിക്കുന്നവരായി ഇരിക്കരുത് എന്ന് പറഞ്ഞു. ഇത് മോശയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട ദൈവത്തിന് ചോദിച്ചു. ദൈവം പറഞ്ഞു അതിന് കാര്യം ചെയ്യാം. അതുകൊണ്ട് അവർ അത് തന്നെ ചെയ്തു. അത് ജനത്തിലെ ഭക്തന്മാരെ കണ്ടുപിടിച്ചു, വിശ്വസ്തരെ കണ്ടുപിടിച്ചു, ദുരാദായം ഇച്ഛിക്കാത്ത ആളുകളെ കണ്ടുപിടിച്ചു. അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അവര് 1000 പേർക്കും 50 പേർക്കും 10 പേർക്കും അധിപന്മാരെ 100 പേർക്കും 50 പേർക്കും 10 പേർക്കും അധിപന്മാരാക്കി അവരെ ഏൽപ്പിച്ചു. അവര് തങ്ങളുടെ അടുത്തുള്ളവരുടെ ഒരു വീട്ടിലെ 10 പേരുണ്ടെങ്കിൽ അവരുടെ കാര്യം അവരെ ഏൽപ്പിച്ച ആഴ്ച അടുത്തുള്ള 10 പേരുടെ ചെയ്യും. 10 പേർ കഴിയുന്നത് 50 പേരെടുത്ത് കൊണ്ടുവരും. 50 പേർക്ക് കഴിയാത്തത് 100 പേരെടുത്ത് കൊണ്ടുവരും. നീ 100 പേർക്കൊന്നും കഴിയാത്തത് മാത്രമേ മോശയുടെ അടുക്കുള്ളൂ. അതുകൊണ്ട് ന്യായവിധിയൊക്കെ പെട്ടെന്ന് നടന്നു. ആ ആലോചന നന്നായിരുന്നു. പെട്ടെന്ന് നമ്മുടെ യാത്രയ്ക്ക് സുഖമുണ്ടായി. അങ്ങനെ അമ്മായപ്പന്റെ വാക്കനുസരിച്ച് ദൈവത്തിന്റെ ആ വാക്കുകൾ അതായത് വിശ്വസ്തനും ഉണ്മയുള്ളവരെയാണ് ദൈവം ഈ ദൗത്യം ഏൽപ്പിച്ചത്. മോശയും അതുപോലെ തന്നെ ദൈവഭക്തനും വിശ്വസ്തനുമായ ആളുകളെ കണ്ടുപിടിച്ച് തന്റെ അധികാരം, തന്റെ ദൗത്യം, ദൈവം അവനെ ഏൽപ്പിച്ച ദൗത്യം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തു. അതായത് സ്റ്റിവാർഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവിചാരകൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് അവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. പങ്കുവെച്ചു കൊടുക്കുമ്പോൾ ആളുകളെയൊക്കെ പഠിച്ച് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമെന്ന്. ഒന്നാമത് അവൻ വിശ്വസ്തനായിരിക്കണം. നമുക്കെന്നറിയാം, പാർട്ടിക്കാർ അവരുടെ ആളുകൾക്ക് കൊടുക്കും,
മറ്റുള്ളവർ ഭരണം വരുമ്പോൾ അവരുടെ ആളുകളെ എന്ത് ചെയ്യാം. അങ്ങനെയല്ല, ഇവിടെ ഭരണകക്ഷിയുമില്ല എതിർകക്ഷിയുമില്ല, എല്ലാവരെയും നോക്കി പ്രാപ്തരായവരെ, കൊള്ളാമെന്നുള്ളവരെ, ദൈവഭയമുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. അപ്പൊ എന്നാൽ കാര്യവും വളരെ സുഖമായി. അതാണ് നമ്മുടെ കമ്മിറ്റി തിരഞ്ഞെടുപ്പ്. സഭയുടെ സുഖമായ നടത്തിപ്പിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത്. അതാണ് നമ്മളതിലെ ഗ്രഹസ്ഥരാണ്, നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അതാണെങ്കിൽ യജമാനൻ തന്റെ താലന്തുകളെ ഓരോരുത്തരും അവന്റെ പ്രാപ്തി പോലെ പങ്കുവെച്ച് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? യജമാനുണ്ട്. അതാണ് നമ്മൾ സുവിശേഷ ഭാഗത്തിൽ വായിച്ച മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വാക്യങ്ങൾ. അതിലെ പരകാര്യം പറഞ്ഞ നമുക്കറിയാം. ഒരു യജമാൻ നല്ല സമ്പത്തുള്ളവൻ അവന്റെ പരദേശത്തേക്ക് പോവുകയാണ്. എന്നാൽ പോകും മുമ്പായി വിശ്വസ്തരായ പ്രാപ്തരായ തനിക്ക് പ്രാപ്തരായ ചില ആളുകളെ കണ്ടുപിടിച്ചു. അവിടെ പ്രാപ്തി അനുഭവിച്ചു. അവർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അവരെ പ്രാപ്തി, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് അവനവന്റെ പ്രാപ്തി പോലെ, ഒരുവന് 5 താലന്തും, ഒരുത്തിന് 2 താലന്തും, ഒരുത്തിന് 1 താലന്തും, ഇങ്ങനെ തന്റെ സമ്പത്ത് അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് പരദേശത്ത് പോയപ്പോൾ തന്നെ ഈ 5 വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. 5 വാങ്ങിച്ച് ഉടനെ പുറപ്പെട്ടു പോയി. ധാരാളം അവനൊക്കെ ലഭിച്ചു. അപ്പൊ വെറുതെ ഇരുന്നാൻ പറ്റില്ല, ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. അവന്റെ പ്രാപ്തി യജമാനന് അറിയാമായിരുന്നു. അവന്റെ യജമാനെ ഏൽപ്പിച്ചതിന് വിശ്വാസത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ ഓടിപ്പോയി കണ്ടുവന്നു. വ്യാപാരം ചെയ്യാൻ തുടങ്ങി, അതിനെ ഉപയോഗിക്കുവാൻ തുടങ്ങി, അതിനെ ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്ത് വ്യാപാരം ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിശ്വസ്തയോടെ 5 താലന്തുകൂടെ അങ്ങനെ 5-നെ 10 ആക്കി. രണ്ടാമത് വാങ്ങിച്ചവനും അങ്ങോട്ടും ഇങ്ങോട്ട് 5 കൊടുത്തവനെ നോക്കിയില്ല, 2 കൊടുത്തു, 1 കൊടുത്തവനെ നോക്കിയില്ല, അവനും ഓടിപ്പോയി. അത് തന്റെ പ്രാപ്തിക്കൊത്തതായിരുന്നു അവൻ മനസ്സിലാക്കി. അവൻ അവിടെ പോയി, ഒരു ആശയം അവനക്കുണ്ടായില്ല, അവിടെ പോയി അവൻ വ്യാപാരം ചെയ്തു. അവൻ തന്റെ താലന്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. അവനും 2 താലന്തുകൂടെ 2-നെ 4 ആക്കി. എന്നാൽ 1 വാങ്ങിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു യജമാനന്റെ കാര്യം, ഈ ആൾ എന്താ ഇങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അവനും അപ്പൊ ആവശ്യമില്ലാത്തത് വിതയ്ക്കാത്തയിടത്ത് കൊയ്യുന്നവരാണ്, വിതറാത്തയിടത്ത് പോയി ചേർക്കാൻ പോകുന്നവരാണ്. യജമാനന്റെ സ്വഭാവം നല്ലതുപോലെ മനസ്സിലാക്കിയ ആളാണ് ഈ 1 വാങ്ങിച്ചത്. 1 വാങ്ങിച്ചവനെ നമ്മൾ തോന്നിയിട അവന് 5, ഇവന് 2. കൊള്ളാമല്ലോ, ഞാനപ്പം മോശക്കാരാണ്. ഇതുവരെ അവൻ വിചാരിച്ചത് മീശയും മുറുക്കി ഞാനാണ് വലിയ ആൾ. അപ്പൊ ഇത് ഏൽപ്പിച്ച യജമാനനറിയാം ആരാണ് വിശ്വസ്തൻ. ആരെ ഏൽപ്പിച്ചാൽ അവൻ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ഈ കാര്യം അവൻ മനസ്സിലായില്ല. അവൻ അപ്പോൾ തന്നെ കൊണ്ടുപോയി ഒരു കുഴി കുഴിച്ച് പ്രാണിക്കൊണ്ട് അതിനെ കുഴിച്ചിട്ട് അവൻ വളരെ സന്തോഷമായിട്ട്, ഒരു കഷ്ടപ്പാടില്ല, ഒന്നും അതില്ല, സുഖമായിട്ട് ഉറങ്ങി. ശരി, അതവിടെ ഇരിക്കണം, വരുന്ന കാലം കൊടുക്കാം, വന്നാൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ള ആ വലിയ സന്തോഷത്തോടു കൂടെ അവൻ ഇരിക്കുകയായിരുന്നു. സംഭവം നമുക്കറിയാം. ഏറെ താമസിച്ചില്ല, യജമാനൻ പരദേശത്ത് വന്നു. താൻ ഏൽപ്പിച്ച കാലിൽ ഏൽപ്പിച്ചവരെ തന്നോട് അടുക്കളയ്ക്ക് വിളിച്ചവരോടുകൂടെ ചോദിച്ചു, കണക്ക് ചോദിച്ചു. 5 വാങ്ങിച്ചവൻ ഓടി വന്നു, 5 താലന്ത് ലഭിച്ചവൻ ഓടി വന്ന് യജമാന്റെ ഭാഗത്തിൽ 10 സമർപ്പിച്ചു. അവൻ പറഞ്ഞു, യജമാനെ, നീ എന്നെ 5 താലന്താണല്ലോ സമർപ്പിച്ചത്. ഇതാ ഞാൻ എന്റെ കഴിവും യുക്തിയും പ്രാപ്തിയും എല്ലാം ഉപയോഗിച്ച് വിശ്വസ്തയോടെ പ്രവർത്തിച്ച് ഇതാ വേറെ അത് 5 കൂടെ സമ്പാദിച്ചു 10 ഇന്നിന്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞു, 5 അധികം സമ്പാദിച്ചിരിക്കുന്നു, അധികം നേടിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. അത് എന്താ പറയുന്നു? യജമാനൻ എന്താ പറയുന്നത്? അവനോട് പറയുന്ന 2 വാക്കറിയാം. നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഞാൻ നിനക്ക് തന്നത് മറ്റുള്ളവരുടെ നിന്റെ പ്രാപ്തി കഴിവ് നോക്കിയാൽ ഒന്നുമില്ല, നീ ഒരു അല്പസ, എന്നാൽ നീ അതിൽ വിശ്വസ്തനായിരുന്നു. 2 വാങ്ങിച്ചവർ ഓടി വന്നു. അവിടെ അവൻ ഇവിടെ ഒന്നും നോക്കിയില്ല. യജമാനെ, നീ എന്നെ 2 ഏൽപ്പിച്ചു, ഇതാ ഞാനും എന്റെ കഴിവും പ്രാപ്തി ഉപയോഗിച്ചു. നീ എനിക്ക് പ്രാപ്തി നിനക്ക് അറിയാമല്ലോ, നീ തന്നെ ഉപയോഗിച്ചു, ഇതാ ഞാൻ 2 കൂടെ സമ്പാദിച്ചിരിക്കുന്നു. യജമാനന് സന്തോഷമായി.
അവന് പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല 5 കൊണ്ടുപോയവന് 5 പട്ടണത്തിനും ഇനി ഇപ്പൊ 2 കൊണ്ട് അങ്ങനെയല്ല. അധികത്തിന് യജമാനന് ബോധിച്ച അവന്റെ പ്രാപ്തിക്ക് തക്ക പ്രതിഫലം അവന് കൊടുത്തു. യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കായെന്നും അവർ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ യജമാനന്റെ സന്തോഷത്തിൽ നന്നോ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ താലന്തുകളെ ഏൽപ്പിക്കുമ്പോൾ അത് തക്ക രീതിയിൽ നാം ഉപയോഗിക്കണം. നമ്മുടെ കഴിവ് പ്രാപ്തി അറിയുള്ളൂ. അതിന് തക്കത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്ക് അപ്പുറമായും കഴിവിനപ്പുറമായും നമ്മൾ ചിന്തിക്കും. ഒരിക്കലും പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ദൈവസന്നിധിയിൽ താഴുവാൻ പറ്റാത്തതും നാം ചിലപ്പോഴും വീണു പോകുന്നതുമായ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. അത് ഒരു കാലം അച്ഛൻ പറഞ്ഞു നിന്നെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് പറഞ്ഞു. ഒരു കാലം പറഞ്ഞു ദുഷ്ട അവരോട് പറഞ്ഞല്ലോ, നീ വിതയ്ക്കാത്ത സ്ഥലത്ത് കൊയ്യുന്നവരും വിതറാത്ത സ്ഥലത്ത് ചേർക്കുന്നവരും. ആ വാക്യം മത്തായി സുവിശേഷം 25-26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അവരെ കണ്ടിട്ട് പറഞ്ഞ വാക്കിതാണ്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവരെന്ന് അറിഞ്ഞുവല്ലോ. മടിയനായ ദുഷ്ടദാസനെ, നിനക്കറിയാമല്ലോ എന്റെ സ്വഭാവം. നിന്റെ സ്വഭാവമെന്നും എനിക്കും അറിയാമായിരുന്നു, നിന്റെ കഴിവെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഏൽപ്പിച്ചത്. എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരത്ത് കൊടുത്താൽ പലിശയോട് ഞാൻ വാങ്ങിക്കാൻ വരുന്നല്ലോ. നീ അത് കൊണ്ട് കുഴിച്ചിടേണ്ട ആവശ്യമില്ലാത്തല്ലോ, അത് അവരെ തന്നെ ഒന്നും ഉപയോഗമില്ലാത്തതായിട്ട് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ കണ്ടിട്ടുള്ള ദുഷ്ടദാസനെ, നീ ചെയ്തത് ശരിയല്ല, നീ മടിയനാണ്, എനിക്കറിയാം. അതുകൊണ്ട് നീ ഉത്സാഹത്തോടെ തീരാൻ വേണ്ടിയാണ് നിനക്ക് നിന്റെ കഴിവിന് ഒത്തവണ്ണം ഞാൻ ഒന്നും എന്നെ ഏൽപ്പിച്ചത്. യജമാന്റെ സ്വാപത്തെ, യജമാന്റെ പ്രാപ്തിയെ നീ അറിഞ്ഞിട്ട് പോലും, എന്തിനു വേണ്ടി കൊടുത്തത് യജമാനെ നന്നും അറിഞ്ഞിട്ട് പോലും നീ അത് ഉപയോഗിച്ചില്ല എന്നാണ് കൊടുത്തത്. ഞാൻ വാങ്ങിക്കൊള്ളുവാൻ ഇരുന്നു എന്നാണ് പറഞ്ഞത്. അവര് പറഞ്ഞു, ഞാൻ മറ്റു രണ്ടുപേരെയും നോക്കി പറഞ്ഞു, വരുവിൽ യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കും. ഇവനോട് പറഞ്ഞു, അവനെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്തിലേക്ക് തള്ളിക്കളയും, അവന്റെ അടുത്ത് അധികമുള്ളവന് കൊടുക്കുക, അവനത് അവന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, യജമാനരെ വിശ്വസിക്കുന്നവരാണ്, അനുസരിക്കുന്നവരാണ് എന്ന് അവനെ ഏൽപ്പിച്ചതായിട്ട് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അവൻ ദുഃഖത്തിലേക്ക് പോയി, മറ്റു രണ്ടുപേരും സന്തോഷത്തിലേക്കും കടന്നുപോയി. പലപ്പോഴും ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ഏൽപ്പിക്കാത്തത് എന്നുള്ള ഒരു സത്യം ഒരിക്കലും നാം മറക്കരുത്. അതുകൊണ്ടാണ് ഒന്നും നേരെ ചെയ്ത് നടക്കാത്തത് നമ്മുടെ കണ്ട് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ദൈവം പകച്ചു കൊടുക്കും. ഇനി രണ്ടാം പറഞ്ഞു, വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമുള്ള കാര്യവിചാരത്വം. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയും അതിൻ്റെ നിവാസികളും അതിലെ എല്ലാം യഹോവയ്ക്കും, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ള, അതായത് എല്ലാം ദൈവം നമുക്ക് തന്നതാണ്. നാം ദൈവത്തിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നതാണ് നാം പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത്. അതാണ് പറഞ്ഞില്ലേ, 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കും, ആദ്യ രാജ പറഞ്ഞതുപോലെ, കർത്താവ് എല്ലാം നീ തന്നതാണ്, നീ തന്നു, ഞാൻ വാങ്ങി നിനക്ക് തരുന്നു എന്നാണ്. അതിന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്ന നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മക്കതോനിയ സഭയുടെ വിശ്വാസികളെ നോക്കിയാണ്. ശരിക്കും ഞാൻ പറയട്ടെ, മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച കൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കൊരിന്തിലെ സഭയോട് കൂടെ ഇത് അറിയിക്കുകയാണ്. ഇതൊരു മറ്റേ ലേഖനത്തിലൂടെ അറിയിക്കുകയാണ്, കത്തിലൂടെ അറിയിക്കുകയാണ്. മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച കൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അത് തുടർന്ന് പറയുന്നത്, കഷ്ടത എന്ന കഠിന ശോധനയായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. കഷ്ടത എന്ന മഹാ ശോധനയാണ്, നിറയെ പരീക്ഷയിലൂടെ കഷ്ടതയാണ്. ഇന്ന് നമുക്ക് ആളുകൾക്ക് പറയും, ഒന്നുമില്ല, ഇതാഴ്ച ഒരു ജോലിയില്ല, കഷ്ടതയാണ്. പ്രിയമുള്ളവരെ, മഞ്ഞ കാർഡും ചുവപ്പ് കാർഡുള്ളവർക്ക് ഒന്നിനും ഒരു മുട്ടുമില്ല.
ആവശ്യത്തിന് വസ്തുക്കൾ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രായമുള്ളവർക്ക് അതിനുള്ള കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് കിട്ടിയാലും നമുക്ക് ചിലപ്പോൾ പോരാ. നമ്മൾ പോരാ എന്ന് പറയില്ല. അത് ദൈവം തന്നത് മതി, ദൈവമേ ഇത് നീ അനുഗ്രഹിച്ച് തരണമേ എന്ന് പറയുവാൻ പോലും നമുക്ക് മനസ്സില്ല. അതുകൊണ്ട് പലരും പറയും സ്തോത്ര കാഴ്ചയിടാൻ പൈസയില്ല, ദശാംശം വയ്ക്കാൻ പൈസയില്ല. പിറന്നാളിൽ ജനിച്ച പിറന്നാൾ വരുമ്പോൾ മുട്ടുകുത്താൻ കാര്യത്ത് പറഞ്ഞത് പിറന്നുള്ളവരെ നാം പറയുന്നതും നമ്മുടെ അവസ്ഥയും ദൈവം. എന്നാൽ യഥാർത്ഥത്തിൽ കഷ്ടം അനുഭവിക്കുന്നതുകൊണ്ട് അവരെ പലപ്പോഴും നാം അറിഞ്ഞിട്ടില്ല, നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. ഇത്രയുടെ കഷ്ടത എന്ന കഠിന സോദനയായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദ്യാരം കാണിപ്പാൻ കാരണമായി തീർന്നു. അതുപോലെ തിരിച്ചു പറയാൻ അറിയാം, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്ത് എന്നതിന് ഞാൻ സാക്ഷി. മക്കതോനിയുടെ സ്ഥാപിത ജനങ്ങൾ കൊരിന്ത്യർ സഭയോട് പറയുന്നത്, നിങ്ങൾ നല്ല സാമ്പത്തിക ആവശ്യമുണ്ട്, കാശുണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്. എന്നാൽ കഷ്ടതയുടെ മധ്യം ഇരുന്നപ്പോഴാണ് അധികമായി അവരുടെ പ്രാപ്തി പോലും പ്രാപ്തിക്ക് മീതെയും ദൈവത്തിന് കൊടുത്ത് സഹായിച്ചത്. അതെയാണ് അവൻ ഏറ്റു പറയുന്നത്. നമുക്കറിയാം പോലെ നമ്മുടെ പ്രാപ്തി എത്ര മാത്രമുണ്ട്, നാം എന്തുമാത്രം ദൈവത്തിനെ കൊടുക്കും. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവം അവന് മേൽ ദൈവം പ്രസാദം. ഒരു അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ഉണ്ടാകും. പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല ചോദിച്ചു, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ ദൈവപ്രസാദം ലഭിക്കും. ദൈവം നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ദൈവം നമ്മോട് കാണിച്ച കൃപ ക്രൂസിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ദാരിദ്ര്യനായി ഒന്നുമില്ലാത്തവനായി തീർന്നു. ആ കൃപ നാം ഓർക്കണം. നാം കൊടുക്കും തോറും ഫിലിപ്പിയർക്ക് ലേഖനം വായിച്ചത് അറിയാം, 4-ാം അധ്യായത്തിൽ നാം കൊടുക്കും തോറും നമ്മുടെ കണക്കിലേക്ക് ഏറുന്നത് ഫലം അധികമായിരിക്കും എന്നാണ്. 116-ാം സങ്കീർത്തനം 12-ാം വാക്യം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ അവന് എന്ത് പകരം? യഹോവ എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, കഴിവ് തന്നു, പ്രാപ്തി തന്നു, സംവരണം തന്നു, എനിക്ക് സ്കോളർഷിപ്പ് വെച്ച് പഠിക്കാനുള്ള കൃപ തന്നു, സാഹചര്യങ്ങൾ ഒരുക്കി തന്നു, നല്ല ജോലി, എന്റെ പദവി, സമ്പത്ത്, ഈ ലോകത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ദൈവം എനിക്ക് തന്നു. ഇതെല്ലാം ദൈവം തന്നതാണ്. അതുകൊണ്ട് പറഞ്ഞു, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം. ജോലി, സംവരണം, സാമ്പത്തിക സഹായം, ആരോഗ്യം, സമ്പത്ത്, ആയുസ്, ഇതെല്ലാം ദൈവം തന്നതാണ്. ഇതെല്ലാം ദൈവം തന്നതാണ്. നമുക്ക് ദൈവം നൽകിയതിൽ ദശാംശമെങ്കിലും അവർക്ക് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. ഇതിനെക്കുറിച്ച് അർപ്പിക്കുന്ന ആളുകൾ പലരുമുണ്ട്. നമ്മുടെ ഓരോരുത്തരും ചോദിക്കാൻ തർക്കിക്കാൻ ഞാനില്ല. എന്നാൽ ഇത്രയും നന്മകൾ നാം ദൈവത്തിൽ പ്രാപിച്ചപ്പോൾ അതിൻ്റെ ദശാംശമെങ്കിലും നാം ദൈവത്തിന് നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ദൈവം നമുക്ക് അളന്നല്ല തന്നത്, നാം അളന്നെങ്കിൽ കൊടുക്കണം. അതുകൊണ്ട് ദൈവം നമുക്ക് മറ്റുള്ള നോക്കുമ്പോൾ, സമയത്ത് മറ്റാളുകൾ നോക്കുമ്പോൾ വാരി കോരിയാണ് തന്നത്. എന്നാൽ അളന്നെങ്കിലും ദൈവത്തിന് കൊടുക്കണം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ദൈവം നമുക്ക് തന്ന കഴിവ്, പ്രാപ്തി ദൈവത്തതാണ്. അത് വിശ്വസ്തരോട് ആ അധികാരം പങ്കുവയ്ക്കുക. ദൈവം നമുക്ക് സമ്പത്ത് തന്നത് നമുക്ക് വിശ്വസ്തരെല്ലാം ഏൽപ്പിച്ചതാണ്. അത് വിശ്വസ്തരെ ഏൽപ്പിക്കണം. ദൈവം വിശ്വസ്തയോട് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അത് വിശ്വസ്തയോട് താലന്തുകൾ വാങ്ങിച്ചവരെ പോലെ അത് വിശ്വസ്തയോട് പ്രവർത്തിക്കണം. ദൈവം നമുക്കെല്ലാം തന്നതാണ്. നാം സ്വന്തമായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നാം വാങ്ങിക്കുന്നത് പോലെ കൊടുക്കുവാനും കൂടെ പ്രാർത്ഥിക്കണം. ഭാഷയിൽ പറഞ്ഞാൽ കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. വാങ്ങിക്കുന്നത് അനുഗ്രഹം നാം കരുതുമ്പോൾ കൊടുക്കുന്നത് നാം സുഭിക്ഷമായിരിക്കുമ്പോഴല്ല, നഷ്ടവും കഷ്ടവും ദുഃഖവും അനുഭവിക്കുമ്പോൾ
വേണം മറ്റുള്ളവരെ സഹായിക്കണം. അതാണ് നാം ദൈവത്തിന് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ പ്രാപ്തി പോലെ നമുക്ക് തന്നെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരത്തിൽ നിറവേറ്റുവാനായിട്ട് പരിശുദ്ധാത്മാ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മ ദൈവത്തിലും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥനും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായി ആകാശവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ജനിച്ച കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. സഭയിൽ പാപജനത്തിനും ശരീരത്തിലെ പ്രവർത്തനത്തിനും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനോട് ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ആരോഗ്യം വിശ്വസിക്കുന്നതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മഹത്വം എന്നേക്കുമുള്ളതാകുമല്ലോ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നു. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങളിൽ നിന്നാലും ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും സാന്ദ്രതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും ഭാരിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ശരീരങ്ങളിലും നിന്റെ പ്രമാണങ്ങളുടെ വഴിയിലും നിന്റെ കൽപ്പം ചേർന്ന ക്രിയയിലും നടത്തി ശുദ്ധീകരിച്ച് പരിപാലിഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിശുദ്ധവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഗീതം 150. ഗീതം Thank you.
കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ ദിവസം കാണുന്ന ഫോർമീസിലുള്ള ഷൈല ഫോർമീസ് മതത്തിലെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ജനിച്ച ദിവസങ്ങൾ കാണുന്ന മർക്കോസ് കൽവേരി പറമ്പിൽ, പീറ്റർ ജോൺ കൽവേരി പറമ്പിൽ, സെയിൻ ബിജു പുത്തൻ പറമ്പിൽ, സൂസമ്മ നാലുപേരി കുട്ടികളാക്കൽ, അന്നമ്മദേവി മരുഞ്ചേരി, ആൻ മറിയം ധോണി മോഡൽ എന്നിവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധമാരിനെ ഞങ്ങൾ നമ്മോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന ഭാവം ഈ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൻ്റെ അവസാനത്തിൽ കണ്ട പ്രധാനമായിട്ട് കാണുന്ന പ്രിയ മക്കളോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പറഞ്ഞ എല്ലാവരും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്ന വിവാഹ ദിവസം കഴിഞ്ഞ ആഴ്ച വിവാഹ ദിവസം കാണുകയും ദൈവത്തിൻ്റെ സ്തോത്രം അർപ്പിക്കുകയും ചെയ്ത ഓർമ്മേശിനെയും ശൈലിയോർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക് കുടുംബ ജീവിതത്തിൽ കർത്താവ് ഒരു സംവത്സരം കൂടെ നൽകി ആയുഷ് ആരോഗ്യമായി സ്തുതിക്കുന്നു. തുടർന്നുള്ള ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണമെന്ന് കുടുംബമായും മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഈ ലേഖനം കാണുന്ന പ്രിയ മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുഷ് സംവത്സരം കൂട്ടിത്തന്നാലും അവർ പ്രവേശിച്ചിട്ടുള്ള പുതിയ ജീവിതം, പുതിയ ആയുഷ് കർത്താവെ അനുഗ്രഹമുള്ളതായി തീരുക. കർത്താവെ പുതിയ വർഷത്തിൽ പുതിയ നന്മകളും കർത്താവിൽ കൂടുതലും അനുഭവിപ്പാക്കപ്പെടുന്നു. സാമ്പത്തിക സമാധാനവും സൗഖ്യവും എല്ലാവർക്കും നേടുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധനും അനുഗ്രഹം പ്രിയ മക്കളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പ്രധാന കാര്യവിചാരമായ കർത്താവും തൻ്റെ കാര്യവിചാരത്വവും തൻ്റെ ശിഷ്യന്മാരെയും അതിലൂടെ ദൈവമക്കളെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രാപ്തിയും നമ്മുടെ കഴിവും നമ്മുടെ ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും എല്ലാം മനസ്സിലാക്കി അവർ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി കാലഘട്ടങ്ങൾക്ക് വേണ്ടി നമ്മോട് ദൈവത്തെ സ്തുതിക്കാം. നാം അതിൽ എത്രമാത്രം വിശ്വസ്തരായിരുന്നു.
ഇഷ്ടമാത്രം നമുക്കതിനെ കണക്കിലെത്തിക്കുവാൻ കഴിയും. നല്ല ഒരു വിശ്വസനമായ ദാസനെ എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ ശുശ്രൂഷയൊക്കെ പ്രവർത്തനങ്ങൾ ദൈവമേൽപ്പിച്ചതാണെന്ന് നമുക്ക് സമ്മതിച്ചുകൊണ്ട് ഒന്നുകൂടെ പുതുക്കുവാൻ, ശക്തീകരിക്കുവാൻ ദൈവം സഹായിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്നത് അതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ, കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു മനോഭാവം ഞങ്ങൾക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ ഓരോ കുടുംബങ്ങളെയും ദൈവക്കരങ്ങളിൽ സമർപ്പിക്കാം. ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, യുവമക്കളെ, മാതാപിതാക്കളെ, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ എല്ലാവരും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെ ആവശ്യത്തിനൊത്തവണ്ണം സൗഖ്യവും സമാധാനവും ആരോഗ്യം നൽകിച്ച് ദൈവം നടത്തേണ്ടത് പ്രാർത്ഥിക്കാം. ഗർഭിണികളായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പഠനവും ഭാവിയും സുരക്ഷിതമായി മക്കളെ ചെയ്യണമേ. ഓൺലൈനിലൂടെ പഠിക്കുവാൻ സാഹചര്യമുള്ള മക്കൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ദൈവമേൽ ദൈവത്തിൽ കൃപ ഉണ്ടാകുന്നു പ്രാർത്ഥിക്കാം. ദീർഘകാലമായി രോഗികളായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന അനേകം മക്കളുണ്ട്. പലരെയും ദൈവം സൗഖ്യമാക്കി ആഴ്ച. എന്നാൽ പലരും ഇന്നും രോഗം കിടക്കുകയും ചില രോഗം മൂർച്ഛിച്ചതുമായിരിക്കും. അവരോർത്ത് പ്രാർത്ഥിക്കുകയും ഹൃദയം ബലഹീനതയുള്ളവർ, കിഡ്നി ബാധിക്കപ്പെട്ടവർ, ലങ്സ് പ്രോബ്ലമുള്ളവർ, ഷുഗറും പ്രഷറും, ഇങ്ങനെ തലവേദനയും ശാരീരികമായ തളർച്ചയും, ഇങ്ങനെ പല രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരുണ്ട്. അവരോർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്നവർ, ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, അവർ പ്രിയമുണ്ട് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കും. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട്. ജോലിയും ജീവിതവും നഷ്ടപ്പെട്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. പലരും ക്വാറന്റൈനിലാണ്, പലരും രോഗികളാണ്. അവരെ സ്വീകരിക്കാൻ പോലും സ്വന്തം ഭവനക്കാർക്ക് സാധിക്കുന്നില്ല. ഉൾക്കൊള്ളുവാൻ ദേശത്തിലെ നിവാസികൾക്ക് സാധിക്കുന്നില്ല. രോഗികളെ വന്നാലും നമ്മുടെ നാട്ടിൻ്റെ മക്കളാണ്. അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പുതിയ മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന, ഈ COVID-19 എന്ന മാരക രോഗത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഭരണകർത്താക്കളുണ്ട്, ഡോക്ടേഴ്സുണ്ട്, നേഴ്സുമാരുണ്ട്, സാനിറ്ററി വർക്കേഴ്സുണ്ട്, ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഹെൽപ്പേഴ്സുണ്ട്, ഡ്രൈവർമാരുണ്ട്, സംഘപ്രവർത്തകരുണ്ട്. സമൂഹത്തിൽ വിവിധ രീതിയിലായിരിക്കുന്ന മക്കളെ പലരും ഏൽപ്പിച്ചിരിക്കുന്നു. അവരെല്ലാവർക്കും പ്രാർത്ഥിക്കും. അവരെ ദൈവം ശക്തീകരിക്കും. പ്രത്യാശയും ധൈര്യം ദൈവം രോഗികളായവർക്ക് ദൈവം നല്ല സൗഖ്യത്തിനായി സ്തുതിക്കും. പൂർണ്ണ സൗഖ്യത്തിനാകും. ആരും നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ഹിതമില്ലല്ലോ. ഒരാത്മാവ് നശിക്കാതെ കാക്കാൻ ഈ സമയമെങ്കിലും ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുവാൻ, ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ഇടയിൽ നിന്ന് ഭവനങ്ങളിലും കൂടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതിന് കൊണ്ടൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ സഭയെ പ്രാർത്ഥിച്ചത് എല്ലാ പട്ടക്കാരും ശുശ്രൂഷകളിലും പ്രത്യക്ഷമായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ ആഗോള സഭയിലെ എല്ലാ അംഗങ്ങളെയും എല്ലാ വിശ്വാസികളെയും ശുശ്രൂഷകളോട് പ്രാർത്ഥിക്കും. എല്ലാ സാമ്പത്തിക സഭകളിൽ ആരാധനകൾ നടക്കാത്തതുകൊണ്ട് സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കും. പല വിദേശമാർക്കും മിഷന്മാർക്കും ആ വേദന കൊടുക്കുവാൻ സാധിച്ചില്ല. നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ സാഹചര്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. താമസിയാതെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും യുവതിവാക്കളും കർത്താവെ വയോധികരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ഭാഗ്യം തരണം. ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ഞങ്ങളുടെ ദേശത്തിന് തരണമെന്ന് പ്രാർത്ഥിക്കാം. സർവ്വ ദൈവകരങ്ങൾ സമർപ്പിച്ചോട് പ്രാർത്ഥിക്കാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുവൻ നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുവൻ നരുളിയോനേ. നീക്കം വരാത്ത നിൻ
കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ നീ അറിയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ദേശത്തിൻ്റെ കർത്താവേ അവസ്ഥ നീ അറിയുന്നു കർത്താവേ. ഭൂമിവാസികളും എല്ലാം യഹോവയ്ക്കുള്ളതാണല്ലോ കർത്താവേ. സർവസൃഷ്ടി നിന്റേതാണല്ലോ കർത്താവേ. നീ സൃഷ്ടിച്ച ലോകം മുഴുവനും മാലിന്യത്തിലും വേദനയിലും പ്രയാസത്തിലും മഹാമാരി അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തോട് കരുണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തോട് മനസ്സറിയണമെന്ന കർത്താവേ, നിന്റെ നാമം ധരിച്ച ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ കർത്താവെ തിന്മയാ വഴികൾ തിരിഞ്ഞ് എന്നോട് അപേക്ഷിച്ച രാജ്യത്തിന് സമാധാനം നൽകും, ക്ഷേമം നൽകും, സൗഖ്യം നൽകും. പ്രവിധാവേ, നിന്റെ ആണിപ്പാടിലാണ് ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ, ആശ്വാസമുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ കർത്താവ്. രോഗക്കെടുക്കയിലും ട്രീറ്റ്മെന്റ് അനേക മക്കളുടെ കർത്താവ്, ഫലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ കർത്താവ്, ഡെങ്കു ബാധിക്കപ്പെട്ടവരുണ്ട്, ന്യൂമോണിയ ബാധിക്കപ്പെട്ടവരുണ്ട്, COVID-19 ബാധിക്കപ്പെട്ടവരുണ്ട്, ദീർഘകാലമായി തളർന്നു കിടക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകമായ കർത്താവ്, നീ അവിടെ കിടക്കുന്ന കൂടെ ഇരിക്കണമേ. ശുശ്രൂഷിക്കുന്ന മക്കളൊക്കെ കൂടെ ഇരിക്കണമേ. എന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് നീ കൂടെ ഇരിക്കണം കർത്താവ്. ഭവനങ്ങളിൽ പോരാടില്ലായിരിക്കുന്നവർ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന മക്കൾക്ക് ആവശ്യമായ ദൈവകൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രംഗത്തുമായിരിക്കുന്ന മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും തീർക്കാൻ സഹായിക്കുന്നു. ഇന്നയോടെ വായിക്കുന്ന കർത്താവ്, തുടർന്ന് ഓരോ സ്റ്റെപ്പും എടുത്തു വയ്ക്കുമ്പോൾ ജീവിതത്തിൽ മുമ്പോട്ട് നീ കൂടെ ഇരിക്കണം കർത്താവ്. നിന്റെ മുഖം കണ്ടുകൊണ്ട് കർത്താവെ നിന്നെ രക്ഷിക്കാതെ സൂക്ഷിക്കൃപ ചെയ്യണം കർത്താവ്. യഹോവയെ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല കർത്താവ്. പാരസ്യങ്ങൾ ഇരട്ടാതെ വിഷന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്ന നന്മയ്ക്ക് കുറവില്ല കർത്താവ്. ഒരു നന്മയും മുടക്കമില്ല. എന്നയോടെ നടത്തിയ ദൈവമേ, ഇനിയും നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ എന്ത് സമയം ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഒന്ന് മാത്രം ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസിച്ചോട് ഞങ്ങൾ ആയുസ്സുള്ളവർ പ്രവർത്തിക്കാൻ കഴിവ് പ്രാപ്തി ദൈവകൃപയിൽ ഞങ്ങൾക്ക് പറയുന്നത്. നീ അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ കർത്താവ്. പൂർണ്ണമായി നിന്നെ ആശ്രയിച്ചു. ഈ പ്രാർത്ഥനയിൽ പങ്കാളികളുടെ പ്രിയ മക്കൾ എല്ലാവരെയും നിന്നെ ആശ്രയിക്കും. എല്ലാവരെയും രക്ഷിക്കണമേ, വിടുവിക്കണമേ, സൗഖ്യവും സമാധാനവും ആരോഗ്യവും എല്ലാം ദാനം ചെയ്യണമേ. സകല മാനവോത്തെടുക്കണമേ. നിന്റെ വരവിനെ ഞങ്ങൾ എല്ലാവരും കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളതാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമ്മെല്ലാവർക്കും സമാധാനം അരുളുമാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ഏകദൈവത്തിന് അനുഗ്രഹവും കാവൽ സൂക്ഷിച്ചു എല്ലായ്പ്പോഴും നമ്മെല്ലാവരോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. കീർത്തനം 270. കീർത്തനം 270. I
വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങളുടെ സ്തോത്രങ്ങൾ അർപ്പിച്ചത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഞങ്ങളുടെ സ്തോത്രങ്ങൾ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് കർത്താവ്. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പ്രിയത്തവനായ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആരാധനയിൽ പങ്കാളികളും പ്രിയമക്കളെയും ഭവനങ്ങളിൽ കേൾക്കുന്ന പ്രിയമക്കളെയും ഒന്നുപോലെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മോട് നിറയ്ക്കണമേ, ഞങ്ങളെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. സർവശക്തനും നിത്യനുമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധന ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ ഭയത്തോടുകൂടി അത് കേൾക്കുകയും അത് എല്ലാവരും പങ്കുചേരുകയും ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്യാം. അതിനാൽ ഞങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.